പോത്തുകല്ലും പൊക്കി. CPM-ന്റെ കോട്ടയായ സ്വരാജിന്റെ ജന്മസ്ഥലമായ പോത്തുകല്ല് പഞ്ചായത്തും UDF പിടിച്ചെടുത്തിരിക്കുന്നു. 630 വോട്ടിന്റെ ലീഡാണ് അവിടെ ലഭിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ യുവനേതാവ് VS ജോയി അങ്ങനെ M സ്വരാജിനെ തോൽപ്പിച്ചിരിക്കുകയാണ്. സ്വരാജിന്റെ ജന്മസ്ഥലം കൂടി ഞങ്ങൾ തൂക്കി എന്നാണ് ജോയി പറയുന്നത്. അതായത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ശ്രദ്ധിച്ചിരുന്ന പഞ്ചായത്ത് പോത്തുകല്ലായിരുന്നു. കാരണം LDF സ്ഥാനാർത്ഥി സ്വരാജിൻ്റെയും അതുപോലെ UDF-ന്റെ അമരക്കാരൻ DCC അധ്യക്ഷൻ കൂടിയായ VS ജോയിയുടെയും ഹോം ഗ്രൗണ്ടാണ്, അവരുടെ പഞ്ചായത്താണ് പോത്തുകല്ല്. മാത്രമല്ല നല്ല ഭൂരിപക്ഷത്തോടുകൂടി CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് കൂടിയാണ് പോത്തുകല്ല്. ആ പഞ്ചായത്തിലാണ് ഇപ്പോൾ സ്വരാജ് പിന്നിൽ പോയിരിക്കുന്നത്. ആ വിജയം VS ജോയി നേടിയത് തന്നെയാണ്. ഒരു റൗണ്ടിൽ മാത്രം അല്പം മുന്നിൽ നിന്നിരുന്ന സ്വരാജിനെ ബാക്കി എല്ലായിടങ്ങളിലും തകർത്ത് കളഞ്ഞിരിക്കുകയാണ് UDF. ഇതെല്ലാം VS ജോയിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് പോത്തുകല്ല് പഞ്ചായത്തിൽ സ്വരാജ് പിന്നിലായിരിക്കുന്നത്. നിലമ്പൂരിൽ വളരെ ആവേശകരമായ തെരഞ്ഞെടുപ്പാണ് നടന്നത് എന്നാണ് VS ജോയി ഇപ്പോഴും പറയുന്നത്. വലിയ പ്രതീക്ഷയോടെ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നുവെന്നും പ്രതീക്ഷയോടെ പുലരിയെ നോക്കിക്കാണുന്നുവെന്നുമാണ് ജോയി ഇന്ന് രാവിലെ തന്നെ വ്യക്തമാക്കിയത്. 9 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF നിലമ്പൂർ മണ്ഡലം തിരിച്ചുപിടിക്കാൻ പോകുന്നു. പിണറായി സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം പോളിംഗ് ബൂത്തിൽ പ്രതിഫലിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടു. 3,56,00,000 വരുന്ന മലയാളികളുടെ പ്രതിഷേധം, പിണറായി സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം നിലമ്പൂർ വഴി പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് VS ജോയി പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ആര്യാടൻ ഷൗക്കത്തിനേക്കാളും ഒരുപക്ഷേ ചർച്ച ചെയ്ത പേരാണ് ഈ തെരഞ്ഞെടുപ്പിൽ VS ജോയി എന്നുള്ളത്. മലപ്പുറത്തെ DCC അധ്യക്ഷൻ എന്നതുകൊണ്ട് മാത്രമല്ല, MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് PV അൻവർ പുറത്തേക്ക് പോകുമ്പോൾ പറഞ്ഞത് VS ജോയിയെ മത്സരിപ്പിക്കണം എന്നുള്ളതായിരുന്നു. അന്നു മുതൽ ജോയി ചർച്ചയാണ്. ആ പേര് തന്നെ മാറിയത് കൊണ്ട് മാത്രമാണ് PV അൻവർ സ്ഥാനാർത്ഥിയായത്. VS ജോയിയെ മത്സരിപ്പിച്ചിരുന്നുവെങ്കിൽ PV അൻവർ UDF-ന് നിരുപാധിക പിന്തുണ നൽകുമായിരുന്നു. ആര്യാടൻ ഷൗക്കത്തിന് സീറ്റ് നൽകിയാൽ VS ജോയി പ്രതികരിക്കുമെന്നും വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നും വാർത്തകൾ വന്നുകൊണ്ടേയിരുന്നു. എന്നാൽ VS ജോയി അന്ന് പറഞ്ഞത് ഒരു നോക്കുകൊണ്ടോ അരവാക്കുകൊണ്ടോ ഞാൻ എൻ്റെ പാർട്ടിയെ വിഷമിപ്പിക്കില്ല എന്നുള്ളതായിരുന്നു. അതോടെയാണ് UDF-നും കോൺഗ്രസിനും ആവേശം കൊടുമുടിയോളം നിലമ്പൂരിലെത്തിയത്. എന്നിട്ടും എതിരാളികൾ ജോയിയെ വിട്ടില്ല. തൽക്കാലം ജോയി പ്രതികരിക്കാത്തതാണെന്നും തിരഞ്ഞെടുപ്പ് ദിവസം വോട്ടുകൾ മറിച്ചു നൽകാനും കാലുവാരാനും സാധ്യതയുണ്ടെന്നും പറഞ്ഞു പരത്തി എതിരാളികൾ. അപ്പോഴും ജോയി മുന്നിൽ നിന്ന് തന്നെ നയിച്ചു തെരഞ്ഞെടുപ്പിനെ. അവസാനം നിലമ്പൂർ മാത്രമല്ല, സ്വരാജിന്റെ ജന്മനാടായ പോത്തുകല്ലിൽ പോലും VS ജോയിയുടെ പടയോട്ടമാണ് വിജയിച്ചിരിക്കുന്നത്. ഇതോടെ ആര്യാടൻ ഷൗക്കത്തിനേക്കാളും ഒരുപക്ഷെ VS ജോയി താരമായി മാറുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ഷൗക്കത്ത് നിലമ്പൂരിന്റെ MLA ആകുമ്പോൾ VS ജോയി കേരളത്തിലെ കോൺഗ്രസിന്റെ അനിഷേധ്യനായ നേതാവായി മാറുകയാണ്.